ഇന്ന് ഞങ്ങൾ ടൂറിസം ക്ലബിൻ്റെ ഭാഗമായിട്ട് നേച്ചർ ക്യാമ്പിന് പോവാണ് വയനാട് തോൽപ്പെട്ടി റേഞ്ചിലേക്ക്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തത്. ഇതാണ് ഗൈസ് എൻ്റെ OOTD. ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഷോർക്ക് കഴിഞ്ഞ് ഞങ്ങൾ നേരെ KSRTC സ്റ്റാൻഡിലെത്തി. അവിടെ എത്തിയപ്പോൾ സാറ് വന്നിട്ടില്ല, ബസ് വന്നിട്ടില്ല, കുട്ടികളാരും വന്നിട്ടില്ല. എന്താണെന്നറിയില്ല, ആദ്യമായിട്ടൊരു സ്ഥലത്ത് ഞാൻ നേരത്തെ എത്തണം. അപ്പം വണ്ടി കയറി ഛർദ്ദിക്കാണ്ടിരിക്കാൻ ഞാൻ ആദ്യം തന്നെ ഛർദീൻ്റെ ഗുളികയൊക്കെ എടുത്ത് കുടിക്കുകയാണ്. പിന്നെ ഈ കാട്ടിലേക്കൊക്കെ നടക്കാൻ പോകുമ്പോൾ വലിയ ട്രാവലർ ബാഗും ഉണ്ടാകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളൊരു ചെറിയ ബാഗും പിന്നെ ഒരു ക്യാപ്പും ഒക്കെ നോക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഈ ബ്ലാക്ക് ബാഗാണ് ഞാൻ എടുത്തത്. ഹലോ, എന്താണ് നിങ്ങൾക്ക് ട്രിപ്പിനെ പറ്റി പറയാനുള്ളത്? സ്റ്റാർട്ടായിട്ടല്ലോ, വേറെ എത്തിയില്ല. എന്താണല്ലേ, പറയൂ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞങ്ങളെ ട്രിപ്പിലെ ഏക ആൺതരിയാണ് ഗൈസ് ഇരിക്കുന്നത്. എന്താണ് അതിന് നിങ്ങളെ അഭിപ്രായം? അനുഗ്രഹം മതി, ഒന്നിന് ഒരാൾ 10 ആക്കില്ല എന്ന് പറയുന്ന പോലെയാണ് അനുഗ്രഹിച്ചത്. ആള് വളരെ കോപ്പറേറ്റീവ് ആയിട്ട് നമ്മളെ കൂടെ നിന്ന് വരുന്നുണ്ട്. ഇതുവരെ നിൽക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ട് ഇതാണ് നമ്മുടെ പ്രോ ഫോട്ടോഗ്രാഫർ കം വീഡിയോഗ്രാഫർ കം എഡിറ്റർ കം MX കം. പറയാനില്ല, ട്രിപ്പിൽ കാണാൻ ഗൈസ്. ട്രിപ്പ് എന്താണെന്ന് കണ്ടത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നന്നായി ഒന്ന് പോയി വന്നാൽ മതി. നമുക്ക് പോകേണ്ട ബസ്സാണിതാ പോണത്. അതിന്റെ ബാക്കിൽ ഒരു ഒച്ച കേൾക്കണുണ്ടോ? നമ്മുടെ ബസ് പോയി. സാറും നമ്മൾ ബസ് കയറിയില്ല. സോനയും ആർസിയുമുണ്ട്. ആര്യനന്ദേ നമുക്ക് ബസ് പോകാൻ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ചായ കുടിക്കാൻ പോകാം. കാത്തിരിപ്പിനൊടുവിൽ സാർ എത്തിയിരിക്കുകയാണ് ഗൈസ്. സാർ വന്നു ഗൈസ്. ട്രെയിനിൽ കയറാൻ പോകണേ, അല്ല ബസ് കയറാൻ പോകണേ. അങ്ങനെ ഹൈ ഗൈസ്, ഹലോ ഗൈസ്, നമ്മൾ ഇതിലാണ് കയറാൻ പോണത്. കോമഡിയാവും, വെളിച്ചമില്ലെങ്കിലും. അങ്ങനെ ഞങ്ങൾ KSRTCയിൽ കയറി വയനാട്ടിൽ പോവാണ് ഗൈസ്. ഫുള്ള് കാഴ്ചകളൊക്കെ അടിച്ച് പൊളിച്ച് പോകണമെന്ന് വിചാരിച്ചാൽ ഞാൻ ബസ് കയറിയത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഫുൾ ഉറക്കം, അതിൻ്റെ അടുത്തിരുന്നവരെടുത്ത് വെച്ച വീഡിയോ ആണ്. ആ ഉറക്കം ഉറങ്ങിക്കഴിഞ്ഞ് പിന്നെ ഏകദേശം വയനാട് എത്തിയപ്പോഴാണ് ഞാൻ എണീറ്റത്. അതുവരെ ഞാൻ കിടന്നുറങ്ങി. ഞങ്ങൾ 3 പേരുണ്ട്, 3 പേര് ഞങ്ങൾ കിടന്നുറങ്ങി. പിന്നെ വയനാടെത്തി കുറച്ച് അവിടുന്ന് എന്തൊക്കെയോ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഇങ്ങനെ പോയി. അങ്ങനെ പോയി ഞങ്ങൾക്ക് എത്തേണ്ട സ്ഥലത്തി. പിന്നെ അവിടുന്ന് തിരക്കിട്ട് എങ്ങനെയൊക്കെ ബസ്സിനുള്ളിൽ നിന്ന് ഇറങ്ങി ആ വലിയൊരു ചാക്ക് പോലത്തെ ബാഗും എടുത്തിട്ട് അങ്ങനെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനൊരു ഹോട്ടൽ തപ്പി പിന്നെ നടത്തിയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്ന് ഹോട്ടലൊക്കെ കണ്ടുപിടിച്ചു. ഞങ്ങളെല്ലാവരും ചോറാണ് കഴിച്ചത്. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ അവസാനം നമുക്ക് സീറ്റ് കിട്ടി. നമ്മൾ ചോറ് തിന്നാൻ പോവാണ് ഗൈസ്. മറ്റേ സിനിമയിൽ പറയുന്ന ഒരു ഉപ്പേരി വന്നു, അവിയൽ വന്നു, ചോറ് വന്നു, സാമ്പാർ വന്നു, പിന്നെ ഞാൻ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും നടക്കുകയാണ് പൂക്കോട് ലേക്കിലേക്ക്. ഞങ്ങളെ കെയറിങ് സാർ. ഷോപ്പ് കണ്ടാൽ ഞാൻ വിടും. ആളെ കുറച്ച് നേരം വാങ്ങി നോക്കി അന്നേരം നോക്കുമ്പോൾ ഗൈസ് അരിനെല്ലിക്ക എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം. അപ്പോൾ ആദ്യം തന്നെ ഒരു അരിനെല്ലിക്ക വാങ്ങി ആ കുപ്പിയെടുത്ത് ബാഗിലിട്ട്. നമ്മൾ ബുദ്ധിപരമായി നീങ്ങി ഗൈസ്. ഞങ്ങൾ ബാഗ് അവിടെ വെച്ച് ചെറിയ ബാഗിലേക്ക് സാധനങ്ങൾ മൊത്തം മാറ്റി. ഇനി വെയിറ്റ് ചെയ്യണ്ട, അടക്കാനാവണില്ലേനു. അങ്ങനെ പോണ പോക്കിൽ കുരങ്ങന്മാരൊക്കെ കണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഞാനൊരു സംഭവം കണ്ടേ. നമ്മുടെ പഞ്ചില്ലേ, പഞ്ചിൻ്റെ ഒരു വേറെ വേർഷൻ ഇപ്പോൾ കാണാൻ നോക്കിക്കേ. എനിക്കിത് കണ്ടപ്പോൾ എൻ്റെ അമ്മേനെ ഓർമ്മ. ഞാനെന്തെങ്കിലും പറയാൻ പോകുമ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ അമ്മയെന്ന് വിളിക്കുന്നതേ ഓർമ്മ ഉണ്ടുള്ളൂ. പിന്നെ അതുവരെ പറഞ്ഞിട്ട് ഒച്ചയിരിക്കും. നമ്മളിപ്പോൾ പൂക്കോട് ലേക്കിലേക്കാണ് നടക്കുന്നത്. ഹായ് പാർക്ക്. ആടെ കളിക്കാൻ പറ, സാറിനോട് ആടെ കൊണ്ടുപോകാൻ പറ. അയ്യോ,
അങ്ങനെ ഞങ്ങൾ പൂക്കോട് ലേക്കിലെത്തി ഗൈസ്. എവിടെ പോയാലും എൻ്റെ കണ്ണ് ആദ്യം പോണത് ഇതുപോലുള്ള ടോയ്സിലേക്കൊക്കെ. അപ്പോൾ കുറച്ച് നേരം അവിടെ നോക്കിയിരുന്നു. തിരിച്ചു വരുമ്പോൾ എല്ലാം വാങ്ങാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു ഞാൻ. മെയിനായിട്ട് എൻ്റെ കണ്ണ് പോയ സാധനം അതാ ഈ ഫ്രിഡ്ജ് മാഗ്നറ്റാണ്. ഞാൻ എവിടെ പോയാലും ആദ്യം തപ്പണത് ആ സാധനം. അങ്ങനെ അതൊക്കെ നോക്കി ഞങ്ങൾ നേരെ ലേക്കിലേക്ക് നടക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് വ്യൂ നോക്ക്. ഗൈസ്, നമ്മൾ കാട്ടിനുള്ളിലൂടെ പൂക്കോട് ലേക്കിലേക്ക് നടപ്പാതയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മളൊരു യാത്ര അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേസ് തപ്പാണ്. സോ ഇവിടെ എവിടെയോ കുറച്ച് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടെന്ന് സാറ് പറഞ്ഞു. അതിങ്ങനെ തപ്പിക്കൊണ്ട് നടക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച കുറേ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ കാണുന്നുണ്ട്. നല്ല വ്യൂ എവിടെ നിങ്ങൾ നടക്കാൻ കണ്ടോ, നല്ല രസമുണ്ട്. ഇനി നിങ്ങൾ കാണാൻ പോണത് ഈ വ്ളോഗിലെ മെയിൻ ക്യാരക്ടറാണ്. ഇതിൻ്റെ പകുതി മുക്കാൽ ഇനി ആളുടെ വീഡിയോ ആയിരിക്കും. അങ്ങനെ കുറച്ച് നടന്ന് പോയപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫ്രണ്ടാണ് കേട്ടോ. അതിൻ്റെ ബാഗിൽ കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇയാളെ കണ്ടപ്പോൾ കുറച്ചങ്ങോട്ട് കൊടുത്താൽ പിന്നെ അത് ഞങ്ങൾക്ക് ഇത് ഹരായി. അങ്ങനെ കൊടുത്ത് ക്യാച്ച് പിടിക്കുന്നുണ്ടോ നോക്കി. അങ്ങനെ അല്ല, ക്യാച്ച് പിടിക്കല്ലല്ലോ അല്ലേ. അങ്ങനെ ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് ആളെ ഞങ്ങൾ ഫ്രണ്ടാക്കി. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങണ വരെ മൂപ്പരിൻ്റെ കൂടെ തന്നെ വരും. എനിക്ക് ഞങ്ങൾ പറഞ്ഞതൊക്കെ കേട്ട് കാണിച്ചേരേ. വരുന്നില്ല. പിന്നെ ഞങ്ങൾ പോണ വഴി ഫുള്ള് ഇതിൻ്റെ കൂടെ തന്നെ നടന്ന് ഗൈസ്. ബിസ്ക്കറ്റ് ഇന്നതിൻ്റെ ഒറ്റയ്ക്ക് ഞങ്ങൾ പോവാ. വാ, ഞങ്ങളോട് വാ പോവാ. വാ ചിരിക്കി നോക്കട്ടെ. അതന്നെ നോക്ക് ഗൈസ്, 2 ബിസ്ക്കറ്റ് എടുത്തപ്പോ കൂടെ അതിന് മുന്നേ വന്ന് കൊടുത്തപ്പോ തുള്ളിക്കൊണ്ട് ഇത് ഞങ്ങളിവിടെ നടക്കുക എന്ന് മാത്രമല്ല, ഞങ്ങൾ പറയണത് ഫുള്ള് ഇത് കേൾക്കട്ടെ. ഞാൻ കൂടെ വരാൻ പറഞ്ഞാൽ വരും, അവിടെ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും. ലിറ്ററലി ഞാൻ പറയണത് ഫുള്ള് ഇത് കേട്ട്. ഇതെന്താ നടന്നിട്ടും തീരാത്ത കൊറേ ആയല്ലോ നടക്കണേ. ഈ അങ്ങോട്ട് ഓടണേ, മെല്ലെ പോയാ അടക്ക്. അതന്നെ അടക്ക്. ഇങ്ങോട്ട് വരണ അവിടെ വെയിറ്റ് ചെയ്താൽ മതി, ഞങ്ങൾ അങ്ങോട്ട് വരാം. നീ നടന്നോ. കമോൺ, വാ പോവാ. വാ. എന്താ അനുസരണ, എൻ്റെ അനിയത്തിക്കില്ല എത്ര അനുസരണ. നോക്കിയേ, 2 ബിസ്ക്കറ്റ് എടുത്ത മുഴുവൻ കേൾക്കുന്നുണ്ട്. ഇങ്ങനെയാവണോ എന്താലേ? പോവല്ലേ? വാ. എട വരെ വരൂ. ഇങ്ങനെ എത്ര ദൂരം വരൂ? എന്താ രസം, തണുത്ത കാറ്റടിക്കട്ടോ, അടിപൊളി. ഗൈസ് ഇല്ല, അത് ഫുള്ള് ചുറ്റി അത്രയും നടന്ന് ഇവിടെ വരുത്തി. ഇനിയും നമുക്ക് അത്ര തന്നെ പോകണ്ടേ. ആ ഡിസ്റ്റൻസ് ഫുള്ള് അയാൾ നമ്മളെ കൂടെ തന്നെ നടക്കുക. ഇപ്പം ഞങ്ങളൊരു സ്ഥലത്ത് കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ മൂപ്പര അവിടെ നിന്ന്. നമ്മളെ കൂടെ എത്ര നേരം നടന്ന് അറിയാം. അത് ഒറ്റയ്ക്ക് അങ്ങോട്ട് പോണ കണ്ടപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നത്. അപ്പം അവിടെ നിന്ന് മനുഷ്യന്മാരെക്കാട്ടും കൊള്ളാം. അല്ലേ ശരിക്കും നല്ലച്ചോക്ക്. നമ്മൾ ഈ മനുഷ്യന്മാർക്ക് എന്തൊക്കെ വാങ്ങിക്കൊടുക്കണേ. ആ കീനെടുത്ത് അതിൻ്റെ നന്ദിയെങ്കിലും ഉണ്ടാവും. ഈ ടൈമിൽ ബാക്കിൽ സാറും ടീച്ചറും ബാക്കിയുള്ളവരെല്ലാവരും ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുക ക്യാമറയിൽ. അങ്ങനെ നമ്മൾ മരം കണ്ടപ്പോൾ എനിക്ക് മരത്ത് കയറാൻ ഒരു പൂതി. അങ്ങനെ മരത്ത് കയറാൻ പോവാണ്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ വീഡിയോ എടുത്തത് ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ട് മരത്ത് കയറണത് കിട്ടിയില്ല. നമ്മളാളപ്പോഴും അവിടെ നിന്ന് പോയില്ല കേട്ടോ. ഞങ്ങൾ ഇരിക്കണതിൻ്റെ സൈഡിൽ തന്നെ മൂപ്പരാളും അവിടെ തന്നെ ഇരിക്കുക. ഞാൻ ഇരിക്കണതിൻ്റെ സൈഡിൽ അവിടെ അങ്ങനെ ഇരുന്ന് ഉറങ്ങുക. ഇവിടെ അങ്ങനെ കിടന്നാ മതിയോ? വീട്ടിൽ പോണ്ടേ? വാ. ഞാൻ വിളിച്ചാലേ വരൂ. നിങ്ങൾ എന്താ വിചാരിച്ചേ? പോണ്ടേ?
നടന്നോ, വാ വാ, ഞാൻ വരുന്നുണ്ട്, നടന്നോ, വാ. അങ്ങനെ കുറേ നേരം നടക്കലായിരിച്ച് ഞാൻ പിന്നെയും കയ്യിലുള്ള ബിസ്ക്കറ്റ് എടുത്തിട്ട് കുറച്ചുകൂടെ അതിന് കൊടുത്തിട്ടോ. അപ്പം അത് കറക്റ്റ് ചാടി പിടിക്കാനൊക്കെ നോക്കി. പിന്നെ പോണായിക്ക് അവിടെ ആമ്പൽ ഉണ്ടപ്പോൾ എല്ലാവർക്കും ആമ്പൽ വേണമെന്ന് എന്നിട്ട് ഇവനെ പിടിച്ച് വെള്ളത്തിലിറക്കി ആമ്പൽ പറിക്കാനുള്ള പരിശ്രമം ചെയ്യുന്നു. കാര്യം വേണ്ട, ജട വരെ വരും ഇങ്ങനെ. എന്നാ വീട്ടിൽ കൊണ്ടായാലോ ഞാൻ? എന്നാ വീട്ടിൽ കൊണ്ടായാലോ? അങ്ങനെ ഞാൻ എൻ്റെ ചുട്ടുമണീനെയും കൂട്ടി പിന്നെയും നടന്ന്. ഇത് കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. നടക്കാൻ തീരെ പറ്റാത്ത ഞാൻ അത്രയും ദൂരം നടന്നത് അറിഞ്ഞില്ല. അവിടെ അങ്ങനെ കണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാട്ടിനുള്ളിൽ കൂടി ഇങ്ങനെ പോവാൻ. ഇത്ര നേരം എന്നെ കൂടെ നടന്നിട്ട് അടക്കുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. എന്താ ഇവിടെ നിന്നേ? ഈ മദാമേനെ കണ്ടപ്പോ ഇന്നെ അടട്ട് പോയല്ലേ? ഒരുമാതിരി മനുഷ്യന്മാരെ സ്വഭാവം കാണിച്ചാണ്ടല്ലോ. ഈ അമ്മേനെ കണ്ടപ്പോ ഇന്നെ അടട്ട് പോകുന്നില്ലേ? അല്ലേ? ആ ആ, ഇതെടുത്ത് ഇനി ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ആ, എന്താ പറയ്? നല്ല ഞങ്ങൾക്ക് നോക്കാൻ പറ്റൂ. ആ, പോവാ. ഇവിടാടാ, ഇങ്ങോട്ടാടാ പോണാ നീ? അടിക്കും ഞാൻ. ഇങ്ങോട്ട് വാ. ആ, പോയി. അപ്പൊ കണ്ടത് മദാമേനല്ല. എന്തോ കണ്ടിട്ട് കാട്ടിൻ്റെ ഉള്ളിൽ കയറിപ്പോയതാ. പിന്നെ ഞങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങളെ കൂടെ തന്നെ വന്ന്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ലേക്ക് ഫുള്ള് കറങ്ങി വന്നു. മെയിൻ സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പോവാം? ഷോപ്പ് ചെയ്യാൻ പോവാം ഗൈസ്. കോസ്റ്റർ വാങ്ങി ഗൈസ്. നമ്മളിതാ, അല്ല ഇതല്ല, ഈ കോസ്റ്ററാണ് വാങ്ങി. ഞാൻ ആടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഒരാൾ കളിക്കണത് നോക്ക് ഗൈസ്. എന്ത് രസമായി. ഞാൻ കണക്കിനെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാൻ തോന്നുന്നു. ആദ്യം ഞാൻ വിചാരിച്ചത് ഊഞ്ഞാലവിടെയെന്ന്. പിന്നെ ഞാൻ മനസ്സിലായ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് പൈപ്പിൻ്റെ ഉള്ളിൽ കയറിക്കുക. പിന്നെ എൻ്റെ ചാടി വന്ന് പേടിപ്പിച്ച് ഇവിടെ വന്നിരുന്നു. പിന്നെ ഞാൻ ഒന്നുകൂടി നൈസായിട്ട് മാറി നിന്ന് വീഡിയോ എടുത്തപ്പോൾ പിന്നെ ആൾ വെള്ളം കുടിക്കാൻ വേണ്ടി അതിൻ്റെ അകത്തേക്ക് ഇപ്പം ചാടുക. ആ ദാ ചാടി. പിന്നെ പോണാക്കി ഞങ്ങളൊരു കുഞ്ഞുവാവേനെ കണ്ടു. പിന്നെ എല്ലാവരും ആർക്കൊക്കെ ഷെയ്ക്കാൻഡ് കിട്ടും എന്നുള്ള തിരക്കില്ല. എല്ലാവരും ഷെയ്ക്കാൻഡ് വാങ്ങി. കുട്ടി പാവ പേടിച്ചോടിപ്പോയി. പോവാ. ക്രീം ആവാല്ലേ? പറ എന്താ വേണ്ടേ? ഇങ്ങനെ ആലോചിച്ച് ഇവര് വാങ്ങിയില്ല. ഞാൻ അവസാനം ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം എടുത്ത് കാണാൻ പോവാ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനം മീൻസ് ഭയങ്കര എസ്തെറ്റിക് ബ്യൂട്ടിയുള്ള എന്തൊക്കെ കഥകളി അങ്ങനത്തെ എന്തൊക്കെ ഇതൊക്കെ വാങ്ങണം എൻ്റെ അതിൽ ആഗ്രഹം ഉണ്ടെങ്കിലും എൻ്റെ ബഡ്ജറ്റ് അതിന് സമ്മതിച്ചില്ല. ഞാനാണെങ്കിൽ എൻ്റെ അനിയത്തിക്ക് എന്തെങ്കിലും സാധനം വാങ്ങാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഇവിടെയൊക്കെ കയറിയത്. ഇപ്പോൾ പുറത്തൊരു സ്ഥലത്ത് ഞാൻ ഫുള്ള് കുറേ ടോയ്സ് ബൊമ്മ കണ്ട്. ഇവക്കാണെങ്കിൽ ഇത് വെച്ച പ്രാന്ത്. എനിക്ക് ഒക്കെ ഒരു 100-200 സംതിങ് സോഫ്റ്റ് ടോയ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള സാധനം ഒന്നും എന്തായാലും ഇവക്ക് പറ്റൂല. പിന്നെ ഇങ്ങനത്തെ കുട്ടി ടോയ്സ് ആണെങ്കിൽ അതുകൊണ്ട് കളിക്കാനുള്ള പ്രായം കഴിഞ്ഞു. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി ഡോള് വാങ്ങാമെന്നുള്ള പ്ലാനിങ്ങിൽ ഇങ്ങനെ നിൽക്കരുത്. പക്ഷെ ലാസ്റ്റ് ലേറ്റ് ആയതുകൊണ്ട് നമുക്കൊന്നും വാങ്ങാൻ പറ്റിയില്ല. അങ്ങനെ അവിടുന്ന് പിന്നെ ഐസ്ക്രീം പിടിച്ച് അങ്ങനെ നടന്നു വരുമ്പോൾ ഈ കുരങ്ങൻ്റെ മുന്നോട്ട് ചാടി വന്ന് പേടിച്ചിട്ട് ഞാൻ കയ്യിൽ നിന്ന് ഐസ്ക്രീം അങ്ങ് താഴെയിട്ട് ഈ മൂപ്പര് വന്നത് എടുത്തുകൊണ്ട് തിന്നു. ഞാൻ കിട്ടിയില്ല. എന്നെക്കാട്ട് 2 ഇരട്ടി വലുപ്പമുള്ള ബാഗ് അടുക്കി പിടിക്കാൻ പറ്റില്ല. അവസാനം ഫസ്റ്റിന് എൻ്റെ ചെറിയ ബാഗ് വാങ്ങി ഓള് പിടിച്ച്. പിന്നെ എങ്ങനെയൊക്കെയോ നടന്ന് ഞങ്ങൾ ബസ് സ്റ്റോപ്പ് വരെ എത്തി. പിന്നെ അവിടെ ഞങ്ങൾ നേരെ ബസ് കയറി. ബസ് കയറിയപ്പോൾ തന്നെ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ എപ്പോഴാണ് എന്തൊക്കെയോ സംഭവിച്ചത്? പറ. ബസ് കയറിയപ്പോൾ സ്ഥലം ഉണ്ടായിരുന്നു നിൽക്കാൻ. അപ്പം എന്താ ബാഗും പിടിച്ചിട്ട്. അപ്പോൾ ആ
ഇപ്പുറത്തിരുന്ന് ആള് എഴുന്നേറ്റ് പോയപ്പോൾ അവരുടെ സീറ്റ് ഞാൻ ഇരുന്നു. അപ്പൊ എന്റെ ബാഗൊക്കെ ഞാൻ നീക്കി വെച്ചിരുന്നു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് മുതിർന്ന ആൾക്കാരുടെ സീറ്റാണ്. അപ്പൊ ഏതോ ആളവിടെ വന്നപ്പോൾ ഞാൻ അങ്ങനെ ഒരു സംസാരിക്കുന്നപ്പോൾ ഞാൻ വേഗം മാറിക്കൊടുത്തു ഒരു ഇങ്ങോട്ട് വെച്ച്. വയസ്സായ ആളിരുന്നു. അപ്പൊ ഞാൻ അയാളുടെ സൈഡിൽ തന്നെ നിൽക്കുന്നു. പിന്നെ അയാളെന്റെ ബാഗ് വാങ്ങി അയാളുടെ കാലിന്റെ അടുത്തൊക്കെ എടുത്ത് വെച്ചു ഒക്കെ ആയിരുന്നു. അപ്പൊ വിൻഡോ സീറ്റിൽ ഇരുന്ന ആള് എഴുന്നേറ്റ് പോയപ്പോൾ ഈ വയസ്സായ ആൾ അങ്ങോട്ട് നീങ്ങിട്ട് പറഞ്ഞു എന്നോട് ഇരുന്നോളം പറഞ്ഞു. അപ്പൊ ഞാൻ ആ ഇരിക്കാൻ പോയപ്പോൾ വേറെ ഏതോ ഒരാൾ വന്നിട്ട് എന്നെയും മാറ്റി ആ വയസ്സായ ആളെ വിൻഡോന്റെ അടുത്ത് കൊടുക്കത്ത് ഉന്തിട്ട് എന്നോട് വിൻഡോ സീറ്റിലേക്ക് ഇരുന്നോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കയറാൻ പോകുന്നതിന് മുന്നേ ആ വയസ്സായ ആളെ കുറിച്ച് ഉന്തി എന്നെ ഉന്തി മാറ്റിയിട്ട് അയാൾ കയറി ഇരുന്നു. അയാൾ കുടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. അയാൾക്ക് ബോധം. അപ്പോൾ അയാൾ കയറിയിരുന്നു. പിന്നെ അവിടെ കിടന്ന് വലിയ ബഹളമായി. നാട്ടുകാരൊക്കെ ഒച്ച വെക്കാൻ തുടങ്ങി. ഞാൻ അയാളെ വയസ്സിനെ പിടിച്ചുന്തി എന്നെ പിടിച്ചുന്തി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബഹളമാണ്. ഇവിടെ ഇത്രയും വലിയ സംഭവമാണ് അറിയണേ. ഞാൻ ഉറങ്ങിയ ഉറക്കത്തിലായിപ്പോയി. ഷോക്കടിച്ച മാനുണ്ട് തലമോക്ക്. കുറേ ആളുണ്ടായാലും 50-50 ലേസ്, ഹൈഡ് ആൻഡ് സീക്ക്, കുറച്ച് ലേസ് തിന്ന് ചക്രം തിന്ന് എല്ലാരും എല്ലാ സാധനം തിന്നാം. ഞങ്ങളങ്ങനെ ഞങ്ങൾക്ക് എത്തേണ്ട സ്ഥലത്തെത്തിയപ്പോഴാണ് ഗൈസ് മനസ്സിലായത് ടീച്ചേഴ്സ് ഇറങ്ങാൻ മറന്നുപോയി. മാസ്ക് ഇട്ട് ആരും മോങ്ങാണ്ടൊക്കെ ആരിപ്പൊ കാട്ടിലെത്തിയാണ് ഗൈസ്. ബിസ്ക്കറ്റ് തീർന്നുപോയി ഗൈസ്. നമ്മൾ ഇവിടെ എത്തി, തോൽപ്പെട്ടി എത്തി ഗൈസ്. അങ്ങനെ നമ്മൾ തോൽപ്പെട്ടി എത്തി. നമ്മൾ നിൽക്കേണ്ട ഡോർമെട്രീൻ്റെ അവിടെ എത്തി. ഈ കാണുന്ന ഡോർമെട്രിയിലാണ് കേട്ടോ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോണത്. കോണ് കിട്ടി ഗൈസ്. നല്ല രസമുണ്ട്. പുലിമുരുകൻ വൈബ് കിട്ടണ്. പുലിമുരുകൻ ഷൂട്ട് ചെയ്ത സ്ഥലം പോലെ ഉണ്ട്. കണ്ടില്ലേ ലോറിയൊക്കെ. നമുക്ക് റൂം പോയി വെക്കാം. ഡോമില് മോളത്തത് എനിക്ക് ഏതെങ്കിലും ഇത് മോള് ഞാനാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹം മോളിൽ കിടക്കാൻ. ഇവിടെ ഫാൻ ഇല്ല ഗായ്സ്. എന്ത് ചെയ്യും ഗായ്സ്? ഓ മൈ ഗോഡ്, വാട്ട് ടു ഡു? എന്റെ ജീവിതാഭിലാഷം ഞാൻ സഫലമാക്കാൻ വേണ്ടി ഡബിൾ ഡക്കർ ഭയങ്കര ആഗ്രഹം ഇതിന്റെ മണ്ടക്ക് കയറണമെന്ന്. അപ്പൊ കയറി. ഇപ്പൊ കേറി ഗൈസ്, ഇപ്പൊ കേറി. അതെ ഗൈസ്. കളിച്ചുണ്ടോ? ഓ ധാരാളം. ലൈറ്റ് ഉണ്ട്, ഫാൻ ഇല്ല, AC ഇല്ല, ഒരു തേങ്ങ മിസ് പെട്ടു ഗൈസ്. നമ്മൾ പൈനസിന്റെ കോണുമായി ഡബിൾ ഡക്കറിന്റെ മണ്ടക്ക് കയറി. ഡബിൾ ഡക്കർ കണ്ടില്ല പറയുന്നത്. കണ്ടോ കൊറേ ഡബിൾ ഡക്കർ ഉണ്ട്. ഡബിൾ ഡക്കർ ഉണ്ട്, ഇഷ്ടംപോലെ ഡബിൾ ഡക്കർ. അങ്ങനെ മാറി മാറി കിടക്കും, ചാടി ചാടി ചായ കുടിച്ചിട്ട് വരാം. ആ ഇവിടെ ലൈറ്റ് കണ്ടോ? ഇപ്പൊ ഡബിൾ ഡക്കർ ഉണ്ടല്ലേ ഗൈസ്. ഇത് വീട്ടിൽ കൊണ്ടുപോയാലോ? അല്ല, നമ്മള് ലൈറ്റിന്റെ നേരെ താഴത്താണ്. ചായ കുടിക്കാൻ പോവാം. ചായ കുടിച്ച് വരാലോ. എനിക്ക് പുലിമുരുകന്റെ ഓർമ്മയായിരുന്നേ. പുലി ഇറങ്ങിയില്ലെങ്കിൽ ഈ വ്ളോഗ് കണ്ടിന്യൂ ചെയ്ത് പോസ്റ്റ് ഇടുന്നതായിരിക്കും. പൊറോട്ട വേണ്ടവര് ആ വൈക്കിങ്ങോട്ട്. ഹായ്. അങ്ങനെ ഞങ്ങൾ നടന്നത് ആ ക്യാൻറ്റീനിലെത്തി. ഞങ്ങൾ അവിടെ ചായ അടിക്കാൻ പോവാണ്. നമുക്ക് ചെന്ന് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് അവിടെ ചായ ഉണ്ടേനു. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അത്രയും നേരത്തെ റെസ്റ്റ് തീർക്കാൻ വേണ്ടി അവിടെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് കട്ടൻ ചായയും പിന്നെ ബിസ്ക്കറ്റും അതിന് കഴിക്കാനുള്ളത്. അപ്പം നമ്മൾ ബിസ്ക്കറ്റൊക്കെ എടുത്ത് കട്ടൻ ചായയിൽ മുക്കി തിന്നുകയാണ്. ചൂട് ചായ ആറ്റി ആറ്റി കുടിക്കാനായിരുന്നു ഫസ്നത്താത്തയ്ക്ക് ഇഷ്ടം. ഇവിടെ ബാൽക്കണി ഉണ്ട്, ബാൽക്കണി ഉണ്ട്. ഹായ്
ഗൈസ്. ഇവിടെയാണ് ഞങ്ങളെ സ്റ്റേ. ഇവിടെ ആകെ ഒരു കുഴപ്പമുള്ള എന്താ വെച്ചാൽ നെറ്റില്ല ഗൈസ്. റേഞ്ച് കിട്ടിയാൽ കിട്ടി, അങ്ങനെയാണ്. കുളിക്കുന്നത് എനിക്ക് അവിടെ പോയിരിക്കണം ഗൈസ്. ഇത് അതേ ബാൽക്കണിത്തെ രാത്രിത്തെ വ്യൂ ആണ് കേട്ടോ. അവിടെ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല, കാരണം ഫോണ് നെറ്റില്ല. അപ്പോൾ വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ വണ്ടി ഉണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. നമ്മൾ ബെഡ് മാറ്റി അവിടേക്കായി ഗൈസ്. അതെന്തത് എന്തത് അങ്ങനെ കുറച്ച് നേരം ബാൽക്കണിയിൽ നിന്ന് പിന്നെ നമുക്ക് അവിടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, അതായത് ഫോറസ്റ്റ് ഡ്രസ്സ് റിലേറ്റഡ് ആയിട്ട് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് തന്നെ. അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിന് പോയി. നമുക്ക് ഫസ്റ്റ് ഡേ എലിഫൻസിനെ പറ്റിയായിരുന്നു മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഇതിലുണ്ട്. രാത്രി നന്നായിട്ട് നടക്കുകയും എല്ലാ സ്ഥലങ്ങളിലൂടെ കടന്നു പോവുകയും ഒക്കെ ചെയ്യും. അപ്പം നന്നായിട്ട് കാണാൻ കഴിയും രാത്രിയിൽ. നമുക്ക് പ്രൈമേറ്റുകളുടെ കാര്യത്തിലാണ് നമുക്ക് രാത്രി കാഴ്ചകളൊക്കെ നോക്കി തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഞങ്ങളോട് പറയും ഒരു സാധനമില്ല കാട്ടില്. ഒന്നും കണ്ടിട്ടില്ലാതെ തിരിച്ചു വരുന്ന ആളുകൾ നമ്മളോട് പറയാം ഈ കാട്ടിൽ ഒരു സാധനം. കടുവയുടെ കാൽപ്പാട് കണ്ടു, കരടിയുടെ കാഷ്ടം കണ്ടു. അപ്പൊ ഇതൊക്കെ അവിടെ ഉണ്ട്, നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ ആ കാണാനുള്ള സാധ്യത, നമ്മുടെ പ്രസൻസ് കണ്ടു കഴിഞ്ഞാൽ മാറിപ്പോകും അവരൊക്കെ ചെയ്യാം. പൊതുവെ പൊതുവിൽ ആനയെ കണ്ടാൽ എന്ത് ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചത്. വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ കൂടുതലും വീട്ടിലെ വയനാട്ടിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. റോഡരികിൽ ആനക്കൂട്ടങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ചെയ്ത് പോകാൻ കഴിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് ദൂരത്തേക്ക് മാറിയിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ റോഡിൽ സൈഡിൽ നിന്നാണ് നമുക്ക് വാഹനം കടന്നു പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആന ഫ്രണ്ടിൽ നിൽക്കുന്ന രീതിയിൽ ഇപ്പുറത്ത് നിന്നിട്ട് ആനയെ കാണാൻ ശ്രമിക്കരുത്. കാരണം ആന ഫ്രണ്ടിൽ ഇറങ്ങിയിട്ട് നമ്മുടെ മുന്നിലേക്ക് വരികയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് റിവേഴ്സ് ഇട്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതായത് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ബാക്കിലൂടെ ഒക്കെ കാണുകയാണെങ്കിൽ നമുക്ക് ആന വരികയാണെങ്കിലും പെട്ടെന്ന് പോകാം. 10-40 കിലോമീറ്ററിലധികം സ്പീഡിൽ ആദ്യം ഓടി വരാൻ കഴിയുന്ന ഒരു ആനയാണത്. നമ്മൾ വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ദൂരം പോകുമ്പോഴേക്കും ആനയ്ക്ക് വേണമെങ്കിൽ അടിച്ചിരുന്നെന്ന് വിചാരിച്ച് ആനയ്ക്ക് എന്തും ചെയ്യാം. പക്ഷെ അത് പേടിയുള്ളതുകൊണ്ട് കുറച്ച് ദൂരം ഒരു മോക്ക് ചാർജ് എന്ന് പൊതുവെ പറയാം. ആന കുറച്ച് ദൂരം ഒന്ന് ഓടി വന്നിട്ട് അവർ തിരിച്ചു പോകും, നമ്മളൊന്ന് ഭയപ്പെടുത്താനുള്ളതായിരിക്കും. അല്ലാതെ ആനകൾ കുറച്ചും കൂടി ദൂരത്തേക്ക് വരാനുണ്ട്. അപ്പൊ നമുക്ക് സേഫായിട്ട് വണ്ടി ഓടിച്ചു പോകാൻ കഴിയുന്ന ഒരു ദൂരത്തിലേക്ക് നിർത്തിയിട്ട് നമ്മൾ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ആനയെ കാണാൻ പാടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ഇത്രത്തോളം ഇമോഷണൽ കുട്ടീനെ കൊണ്ടു നടക്കുന്നതൊക്കെ ആളുകളിൽ ചിലപ്പോൾ അവര് ഒരു കൂട്ടം ആളുകൾ റോഡരികിലേക്ക് വന്നിട്ട് കുറേ സമയം ചെലവഴിച്ചിട്ടായിരിക്കും ആ റോഡൊന്ന് ക്രോസ് ചെയ്യുക. കാരണം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ക്രോസ് ചെയ്ത് പോകുന്ന ഒരു ശീലമുണ്ട്. നിങ്ങൾ കാണുന്ന കാഴ്ചകളൊക്കെ അങ്ങനെയായിരിക്കും. പക്ഷെ ആ റോഡരികിൽ വന്ന് നിൽക്കുന്ന സമയം കുറേ സമയമുണ്ട്. കാരണം അതെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് വരിക്കും, ഒരുമിച്ച് ക്രോസ് ചെയ്ത് പോകണം. പക്ഷെ അങ്ങനെ പോകുന്ന സമയത്ത് രണ്ട് ഭാഗത്തായിട്ട് ആനക്കൂട്ടങ്ങളായിട്ടുണ്ടെങ്കിൽ അതിനിടയിലൂടെ ക്രോസ് ചെയ്ത് പോകുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇപ്പുറത്തുള്ള ഏത് മണ്ണോടും കൊണ്ടും ക്രോസ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ പൊതുവെ അപ്രോച്ച് ചെയ്യുന്ന ദൂരം കുറച്ച് ദൂരത്ത് നിന്നിട്ട് കാണുക എന്നുള്ളത്. വലിയൊരു ജീവി അതിനെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ രസകരമായിട്ടുള്ള കാഴ്ചയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം നിന്നിട്ട് കാണുക. അല്ലെങ്കിൽ പലപ്പോഴും അതിന്റെ അടുത്ത് പോയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് സെൽഫി എടുക്കുന്ന എത്രയോ ആളുകളെ നമ്മൾ കാണാറുണ്ട്. എത്ര പറഞ്ഞാലും കേൾക്കാതെ ഒരു ആനക്കൂട്ടത്തിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ കാഴ്ചയിൽ ആ ഒരു ആനയെ മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ. അതിന്റെ ചുറ്റുപാടുള്ള മറ്റൊരു ആനയും കാണുന്നുണ്ടാവില്ല. ഒരു കാട്ടിന്റെ പുറകിൽ നിൽക്കുന്ന മറ്റൊരു ആനയും കാണില്ല. ഈ ഒരു ആനയെ മാത്രം നിന്നിട്ട് പുറത്തെടുക്കാൻ വേണ്ടി അത് അപകടങ്ങൾക്ക് സാധ്യതയുണ്ടാകും. പലപ്പോഴും അപകടങ്ങളെ ഒഴിവാക്കി മാറി നടക്കാൻ ഇഷ്ടമുള്ള ഒരു ജീവിയാണ് ആനയും. അവർക്കും ഈ ഒരു ഇതിലേക്ക് വരണമെന്ന് ആഗ്രഹമൊന്നുമില്ല. പക്ഷെ ആ ഒരു സേഫ് ഡിസ്റ്റൻസ് ആണ് എപ്പോഴും നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നത്. ഇനി ഒരു ഗതിയുമില്ല, ഒരു വളവ് കഴിഞ്ഞ് നേരെ മുന്നിൽ ആന നേരെ വണ്ടിയുടെ നേരെ വരികയാണ്. നമുക്ക് ഒരു മുൻധാരണയില്ല വളവിന്റെ അപ്പുറത്ത് ആന ഉണ്ട് എന്നുള്ളത്. ആ സമയത്ത് വണ്ടി ഓഫ് ആക്കാതെ ലൈറ്റ് ഉണ്ടെങ്കിൽ രാത്രിയിലാണെങ്കിൽ ലൈറ്റ് ഇട്ടിട്ട് തന്നെ ഇരിക്കുക. വളരെ ക്ലോസ് ആയിട്ട് ആന വരുന്നുണ്ടെങ്കിൽ റേസ് ആക്കി ടോൺ അടിച്ച് പിടിക്കുക. അത് ആക്രമിക്കുന്ന 100% ഉറപ്പുണ്ടെങ്കിൽ അപ്പം എന്താണ് അതിന് പെട്ടെന്നൊരു ഭയം വരും. ആ സമയത്ത് മാറാറുണ്ട്. ഇല്ല എങ്കിൽ നേരെ തിരിച്ച് ചെയ്തിട്ടുള്ള കേസുകളുണ്ട്. വാഹനങ്ങൾ ഒരു പ്രകോപനം കേട്ടിട്ട് അതിനൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ ഉടനെ ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ പോയി. കാട്ടിനുള്ളിൽ കൂടി നമ്മൾ നടന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ല തണുപ്പുണ്ടല്ലേ അവിടെ? കണ്ണാണില്ലേ ഗൈസ്? തിരികട്ടെ. ആ പറ. കയറിയപ്പോ തന്നെ കുറച്ച് നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ നല്ല കൂളായി. ഇപ്പൊ മനസ്സിലായി വരുന്ന ഫാനും ഒക്കെ ആട്ടത്. ഇവിടെ ഫാനും ഇല്ല. അടിപൊളിയാണ്. ഭയങ്കര ക്ലാസ് നല്ല രസമുണ്ടായിരുന്നു അല്ലേ?
ആനേനെ പറ്റി കുറെ അറിയാൻ പറ്റി. ക്ലാസ് ഒട്ടും ബോറടിച്ചില്ല, അത്ര അടിപൊളി. തീരെ ബോറടിച്ചില്ല. നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് ബോറടിച്ച് അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചത്. നല്ല വൃത്തിക്ക് കേൾക്കാൻ പറ്റി. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. ഇവിടെയാണ് നമ്മളെ ഫുഡ്. ഏതായാലും ആർട്ട് വർക്ക് ഇതിൻ്റെ പെർഫെക്ഷൻ നോക്ക്. ഏതാ ഞങ്ങൾക്ക് അവിടെ കഞ്ഞിയും പുഴുക്കും ചമ്മന്തി ആയിരുന്നു കേട്ടോ. ഇതൊക്കെ കാണുമ്പം ചിലപ്പോൾ ആൾക്കാർ പുച്ഛിക്കും. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ചോറും കറിയും 10 കൂട്ടം കറി എന്നാൽ കഴിക്കാത്ത ഞാൻ അവിടെ പോയിട്ട് ഇതിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അമൃത് കിട്ടിയ മാതിരി എനിക്ക് അമൃത്. കാരണം അത്രയും നടന്ന് ക്ഷീണിച്ച് ഇത് കിട്ടുമ്പോൾ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. ഇരിക്കണതിൻ്റെ വക്കത്തെത്തിയിട്ട് ബ്ലൂ ഞാൻ ജയിച്ചു. അതെപ്പോഴും അങ്ങനെയാ, കളി അറിയാത്ത ആളാണ് ജയിക്കുക. റേഞ്ച് ഉണ്ടാവില്ല എന്ന് ആദ്യം അറിയണോണ്ട് ഞാൻ യൂനോ കാർഡ് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രാത്രി അതൊക്കെ ഇരുന്ന് കളിച്ചു. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇനി ഒന്നും ഇല്ല, പോവാടുന്നു. നമ്മളിത് അവിടെ വിരിയൊക്കെ വിരിച്ച് കെട്ടിപ്പിടിക്കാൻ ബാഗും പാക്ക് ചെയ്ത് വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് കിടക്കാൻ പോവാണ് ഗൈസ്. ഇപ്പം മേല് കഴുകി ഡ്രസ്സ് മാറ്റി ഇട്ട ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു പാക്ക് ചെയ്തു കിടക്കാൻ പോവാണ്.